ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിജാസ് ഇക്കണോമിക് ക്ലാസ്സസ്. അടുത്തതായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. ഇക്കണോമിക്സ് പഠിക്കുന്ന എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റാണിത്. ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് കുറേ തിയറികൾ നമുക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നമുക്കിത് +2 ഇക്കണോമിക്സ് പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ BA BCom സ്റ്റുഡൻസിനൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ്. എന്താണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി? ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി സ്റ്റേറ്റ്സ് എ കൺസ്യൂമർ consumes more and more units of the same commodity. The utility will be diminishing. അതായത് ഒരു ഉപഭോക്താവ് ഒരേ വസ്തുവിന്റെ കൂടുതൽ യൂണിറ്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് കിട്ടുന്ന യൂട്ടിലിറ്റി എന്താണ്? കുറഞ്ഞു വരുന്നു. ഇതാണ് ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മറ്റു വസ്തുക്കൾ, ഇതിനൊപ്പം ഉപയോഗിക്കുന്ന മറ്റു വസ്തുക്കളുടെ ഉപയോഗം നമ്മൾ എന്താണ്? സ്ഥിരമാക്കി നിർത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിക്ക് വരുന്ന ടേബിള് ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും ടേബിൾ തന്നെയാണ്. ഫോർമുലാസും അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫോർമുലയും അതുപോലെ തന്നെ ടേബിള്, പിന്നെ അതിൻ്റെ ഡയഗ്രാം, നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും തമ്മിലുള്ള ആ ടേബിളും ഡയഗ്രാം തന്നെയാണ് വരുന്നത്. എന്നാൽ ആ ടേബിളും ഡയഗ്രാം നമുക്ക് ഒന്നുകൂടിയും കാണിക്കാം. അപ്പോൾ എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി, എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എത്ര യൂണിറ്റ് കൺസ്യൂം ചെയ്തു എന്നുള്ളത് OX ആക്സിസിലും അതുപോലെ തന്നെ യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി Y ആക്സിസിലും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ യൂണിറ്റുകൾ ഒരേ വസ്തുവിൻ്റെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ജിലേബി ഒരെണ്ണം കഴിച്ചു, 2 എണ്ണം കഴിച്ചു, 3 എണ്ണം കഴിച്ചു, 4 എണ്ണം കഴിച്ചു. നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ ചെറിയ വർധനമുണ്ടെങ്കിലും മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്? കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. അതേസമയം ഒരെണ്ണം നമ്മൾ ജിലേബി, ഒരെണ്ണം നമ്മൾ എന്താണ് കട്ട്ലേറ്റ്, അല്ലെങ്കിൽ അങ്ങനെ ഒരെണ്ണം ബിസ്ക്കറ്റ്, അതുപോലെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ വെറൈറ്റി അതിൽ വന്നു അല്ലേ, വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളാണ്. അതിൽ നിന്ന് യൂട്ടിലിറ്റി എന്താണ്? കൂടാനാണ് സാധ്യത. അതുകൊണ്ടാണ് ഈ തിയറിയിൽ പറയുന്നത് ഒരേ വസ്തു തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ, ഒരേ വസ്തു തന്നെ തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് വരുന്ന യൂട്ടിലിറ്റി എന്താണ്? കുറഞ്ഞു വരുന്നു. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി തുടക്കത്തിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്? ഇൻക്രീസ് ചെയ്യുന്നു. പിന്നെ ടോട്ടൽ യൂട്ടിലിറ്റി വീണ്ടും ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്? ഡിമിനിഷ് ചെയ്യുന്നതായിട്ടാണ്